വെൽക്കം ബാക്ക് ടു ലെങ്ത് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം. ഇതാണ് ഈ പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം പാഠഭാഗത്തിലേക്ക് കടക്കാം. മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അക്ബർ നാമ എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇവിടെ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ബാബർ നാമ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പ്, അതായത് മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറിന്റെ ഓർമ്മക്കുറിപ്പാണ് ബാബർ നാമ എന്ന് പറയുന്നത്. അതിലെ ചെറിയൊരു ഭാഗം കൊടുത്തുകൊണ്ടാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത്. ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. ഇതാണ് ബാബർ നാമ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പിൽ കൊടുത്ത കുറച്ച് വരികൾ. അത് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ പാഠഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഈ പാഠത്തിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കുറച്ച് കോട്ട്സ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതായത് കമ്പയറിങ് മറ്റ് ചാപ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മള് അടുത്തതായി കടക്കാൻ പോകുന്നത് കൃഷിയും കൈത്തൊഴിലും. അതായത് മധ്യ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അൽ ബറൂനി എന്ന് പറയുന്ന ഒരു സഞ്ചാരി, അദ്ദേഹത്തിന്റെ വിവരണത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് പറയുന്നത്. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടക്കണം. വരുമാനത്തിന്റെ 1/6 നാടിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കണം. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന നികുതിയുടെ കുറിച്ചിട്ടൊക്കെ ഒരു വ്യക്തമായ ചിത്രമാണ് അൽ ബറൂനി ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൂടെ തരുന്നത്. ഓക്കെ ആണല്ലോ. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. പരുത്തി, ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള്, നീലം, കരിമ്പ് ഇതൊക്കെ അന്നത്തെ പ്രധാന വിളകളായിരുന്നു. ആ സമയത്ത് കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി ഉണ്ടായിരുന്നു. അതായത് ആക്ച്വലി നമുക്ക് ആ ഒരു പ്ലോട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ കൃഷി ഇപ്പൊ തൽക്കാലത്തേക്ക് നിലവിൽ അപ്പൊ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് അവിടെ കൃഷി ചെയ്യുന്നത് ആരാണോ അവർക്ക് അതിന്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നു. അപ്പോ ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടാൻ ഉത്സാഹശീലരായ കർഷകർ ശ്രമിച്ചു. അപ്പൊ ഈ കാർഷിക പുരോഗതിക്കായിട്ട് അന്നത്തെ ഭരണാധികാരികൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്? ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു, വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. എന്നാൽ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇവിടെയാണ്. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു. ഈ സമ്പ്രദായം സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇഗ്ദ എന്നും മുഗൾ കാലഘട്ടത്തിൽ ജഗിർദാരി എന്നും അറിയപ്പെട്ടു. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതായത് സൽത്താനത്ത് കാലഘട്ടം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ മധ്യകാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ശമ്പളത്തിന് ബദലായിട്ട് അല്ലെങ്കിൽ അതിന് വേതനമായിട്ട് എന്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഭൂമിയായിരുന്നു പതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സമ്പ്രദായത്തിന് സൽത്തനത്ത് കാലഘട്ടത്തിലെ ഇഗ്ദ എന്നും മുഗൾ കാലഘട്ടത്തിലെ ഈ ഒരു സമ്പ്രദായം ജാഗിർദാരി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കൃഷിയോടൊപ്പം അന്ന് കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല കൈത്തൊഴിലുകളും ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു. അപ്പോൾ അതും നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാനുള്ള ഫാക്ട്സ് മാത്രമായിട്ട് കണ്ടാൽ മതി. അടുത്തത് നഗരങ്ങളും വാണിജ്യവും. നിക്കോളോ കോണ്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാംതൂക്കായ മലനദികൾക്കരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. വിജയനഗരത്തെ കുറിച്ചിട്ട് ഇറ്റാലിയൻ സഞ്ചാരിയായിട്ടുള്ള നിക്കോളോ കോണ്ടി കൊടുത്തിട്ടുള്ള ഒരു വിവരണമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യം അഭിവൃദ്ധിപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കി. ഇന്ത്യയിലെ ഒരുപാട് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉണ്ടായിരുന്നു, തുണിത്തരങ്ങൾ ഉണ്ടായിരുന്നു, തുകല്, രത്നങ്ങള്, ചന്ദനം, ലോഹം, മുത്ത്, ആനക്കൊമ്പ്. അപ്പൊ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ഇന്ത്യയിലുള്ളപ്പോൾ പുറം നാടുകളിൽ നിന്നുള്ളവർക്ക് ഇവിടെ ഇന്ത്യയിലേക്ക് വരാൻ ഭയങ്കര ആകർഷകമായ ഘടകങ്ങളായിരുന്നു ഇവ. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ കച്ചവടത്തിന് മധ്യകാലഘട്ടത്തിൽ എത്തുകയുണ്ടായി. ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവരൊക്കെ എന്താണ് ഇന്ത്യയിലേക്ക് വ്യാപാരം നടത്താൻ വരുന്നവരായിരുന്നു, പുറം നാട്ടിൽ നിന്ന് വന്നവരായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു ബോക്സിൽ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കാം. കോഴിക്കോട് നിന്ന് പരുത്തി തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോടിന് യൂറോപ്യന്മാരെ വിളിച്ചിരുന്നത് കാലിക്കറ്റ് എന്നാണ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
ഇനി നമുക്ക് വീണ്ടും രണ്ട് കോട്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വരുന്നത് ഇബ്നു ബത്തൂത്തയുടെയാണ്. വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലതാബാദും. ഓക്കെ. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് റാൽഫിച്ചിന്റെയാണ്. നമുക്കറിയാലോ, റാൽഫിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും മുൻപ് തന്നെ. ഇംഗ്ലീഷുകാരനായിട്ടുള്ള ആദ്യത്തെ സഞ്ചാരി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരവും. ഇപ്പോ സൽത്തനത്ത് കാലഘട്ടത്തിലാണ് ഈ മൊറോക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത വന്നിട്ടുള്ളത്. മുഗൾ കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൽഫിച്ച് വന്നിട്ടുള്ളത്. ഇവര് ഇന്ത്യയിലെ നഗരങ്ങളെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഉൽപാദന കേന്ദ്രവും ചന്തകളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നഗരങ്ങൾ പിന്നീട് വളർന്നു വരുന്നു. പിന്നെ അവിടെ കൈത്തൊഴിലുകളും മറ്റു വ്യവസായങ്ങളും ഒക്കെ അവിടെ വരുന്നുണ്ട് എന്നതും കൂടെ മനസ്സിലാക്കി വെക്കാം. ഇനി തൊഴിൽ കേന്ദ്രങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും കാർഖാന എന്ന് പറയുന്നത്? ഈ മുഗൾ ചക്രവർത്തിമാർക്ക് അല്ലെങ്കിൽ അവരുടെ കൊട്ടാരത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഓരോ കേന്ദ്രങ്ങളായിരുന്നു കാർഖാന എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം. മറ്റൊന്നിൽ സ്വർണ്ണപ്പണി എടുക്കുന്നവരെ, ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ. അതായത് പല പല ആൾക്കാർ പല വർക്കുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ബർണിയർ എന്ന് പറയുന്ന ഫ്രഞ്ച് സഞ്ചാരി തൊഴിൽ കേന്ദ്രം, തൊഴിൽ വിഭവങ്ങളെ കുറിച്ചൊക്കെ വിവരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. ജസ്റ്റ് അതും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. മുഗൾ കാലഘട്ടത്തിലെ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവർണിയർ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണ രീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട് എന്നും ചിലർക്ക് ആവശ്യത്തിലേറെ പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു എന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിവരണത്തിൽ കൊടുത്തിട്ടുണ്ട്. സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ അന്ന് അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു. ഇപ്പോ നമ്മൾ സൽത്താനത്ത് കാലഘട്ടത്തിൽ ഇത്ത എന്ന സമ്പ്രദായം ഉണ്ടെന്നും മുഗൾ കാലഘട്ടത്തിലെ ജഗർദാരി സമ്പ്രദായം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും അത് ഒരർത്ഥത്തിൽ അസമത്വത്തിന് കാരണമാകുന്നുണ്ട് താനും. കാരണം ഇവർക്ക് വേതനമായിട്ട് കൊടുക്കുന്നത് ഭൂമി തന്നെയായിരുന്നല്ലോ. അപ്പോ നമ്മുടെ ഇവിടുത്തെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിന് മൊത്തത്തിലുള്ള ഒരു അസമത്വം അതിന് കാരണമായിട്ടുണ്ട്. സമത്വത്തിന് ഇത് കാരണമായിട്ടുണ്ട്. ഓക്കെ. ഇനി ജാതി, ഉദ്യോഗം, സമ്പത്ത് എന്നിവയെ അടിസ്ഥാനമാക്കി സാമൂഹിക പദവികൾ അന്ന് കാലത്ത് നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. അതുപോലെ ഈ രാജാക്കന്മാര്, പ്രഭുക്കന്മാര്, പുരോഹിതന്മാര്, ഉദ്യോഗസ്ഥർക്ക് ഇവർക്കൊക്കെ ഉയർന്ന സാമൂഹിക പദവിയായിരുന്നു. എന്നാൽ കൈത്തൊഴിലുകൾ ഉള്ളവർക്കും കൃഷിയിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്കൊക്കെ താഴെ തട്ടിലായിരുന്നു. പിന്നെ ഓരോ ജാതിയിലുള്ളവർക്കും അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. സതി, ശൈശവ വിവാഹമൊക്കെ അന്നും നിലനിന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അന്ന് അവിടെ നിലനിന്നിരുന്നു. ഇനി വിജ്ഞാന കേന്ദ്രമായ ഇന്ത്യ എന്നതിൽ കൊടുത്തിട്ടുള്ളത് അമീർ ഖുസ്രുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിൽ സംസാരിക്കാനാകും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്രം കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. സൽത്താനത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവിയായിരുന്നു അമീർ ഖുസ്രു. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും ഇപ്പോ ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാന ശാഖകൾ അക്കാലത്ത് പുരോഗതി നേടുന്നുണ്ട്. അതുപോലെ ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. പിന്നെ ഇത് ബേസ് ചെയ്തുകൊണ്ട് കുറേയധികം കേന്ദ്രങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ മധ്യകാല ഇന്ത്യയുടെ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ പോലെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ കാണാൻ പറ്റുന്നത്. ഇമ്പോർട്ടന്റ് ആയി പറഞ്ഞ പോയിന്റുകൾ കാർഖാനകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും പിന്നെ നമ്മൾ ഇത്ത സമ്പ്രദായം, ജഗർദാരി സമ്പ്രദായത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഈ മറ്റ് ആൾക്കാരുടെ കോട്സ് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കേൾക്കുക എന്നത് മാത്രമാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ വരുന്നുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. ഓക്കെ, താങ്ക് യു.